എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്ററിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാരുടെ ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാരുടെ ജൂൺ 2026. പേജ് ഓഫ് ക്രിസ്റ്റൽസ്, 9 ഓഫ് ഫെദേഴ്സ്, എനർജി കണക്ഷൻസ് ആണ്. ട്രാവലർ എനർജി. നെക്സ്റ്റ് വന്നിട്ട് ടവർ മൂവ്മെൻറ്റ്, ഏസ് ഓഫ് ക്രിസ്റ്റൽസ്, 6 ഓഫ് ഏക്കൗണ്ട്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ആദ്യം തന്നെ ഏസ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി ആൻഡ് പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്. സാമ്പത്തികമായിട്ടുള്ള വളരെ സാധ്യതകൾ നൽകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുടെയും ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാം. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്തിടയ്ക്ക് അനുഭവിച്ചുകൊണ്ട് ഇരുന്നിരുന്ന പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ആകുന്നൊരു സമയമാണ്. അപ്പം ഈ ഒരു പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി ഫോക്സ് എനർജിയാണ്. അതേപോലെ തന്നെ ഏസ് ഓഫ് ക്രിസ്റ്റൽസ് പാൻഡ എനർജി. രണ്ടും വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരു എനർജി. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവറാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ബിസിനസ്സിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പ്രോബ്ലം സോൾവറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു ഇതാണ്. ഏത് സിറ്റുവേഷനിലും എന്ത് പ്രോബ്ലം എവിടെ ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള സർവീസ് ഇൻഡസ്ട്രി, കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ബിസിനസ് മേഖലയിലാണ് നിങ്ങൾ. അവരുടെ ഇഷ്യൂസ്, പ്രോബ്ലംസ്, അങ്ങനെയുള്ള ഇൻഡസ്ട്രി ഉണ്ടല്ലോ. ഇപ്പോൾ IT ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെയുള്ള ഫീൽഡ്സ്, സെയിൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇഷ്യൂസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള ഈ തരത്തിലുള്ള നിങ്ങളൊരു അനലിസ്റ്റോ അല്ലെങ്കിൽ അനലിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലികളിലാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സമയമാണ്. ജോലി സംബന്ധമായിട്ട് പൊതുവേ നിങ്ങൾ ടേക്ക് ചാർജ്, അതായത് നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാം ഇനിഷ്യേറ്റ് ചെയ്ത് ആദ്യമേ തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, പുതിയ ഐഡിയാസ് കിട്ടുന്നു. അതേപോലെ തന്നെ പുതിയ ഐഡിയാസ് മനസ്സിൽ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള അവസരം കൂടി കിട്ടും. അതിന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളായിട്ട് പലതും സൃഷ്ടിക്കും. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നില്ല എല്ലാത്തിനും. ഇനി എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ട് ചെയ്യും എന്നുള്ളത്. പലപ്പോഴായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സമയം ഇങ്ങനെ കാര്യങ്ങൾ നടക്കാമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യണം. അല്ലാതെ ഇന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾ. അപ്പോൾ എന്നിട്ട് ഇതൊന്നും നടന്നില്ല, ഇതൊന്നും കണ്ടില്ല എന്ന് പറയും. അത് എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ പറയും, പഴയ സിനിമകളിലൊക്കെ പറയുന്ന പോലെ വെള്ളക്കുതിരപ്പുറത്ത് രാജകുമാരൻ രക്ഷിക്കാൻ വരും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്ന ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കുക, ഞാനായിട്ടൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന അതിൽ നിന്നൊരു മാറ്റം നിങ്ങളിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവാണ്. നിങ്ങൾ തിരിച്ചു പിടിക്കുകയാണ് നിങ്ങളെ തന്നെ. നിങ്ങൾ റീസെൻറ്റർ യുവർ സെൽഫ് എന്നുള്ളൊരു എനർജിയാണ്. യു ആർ ടേക്കിംഗ് ടൈം ടു റീസെൻറ്റർ യുവർ സെൽഫ്. അതേപോലെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലും മാറ്റം വരുന്നുണ്ട്. മറ്റൊരാളെ സഹായിച്ചിട്ട് മുന്നേറുക എന്നുള്ളതല്ല, മറ്റൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കരിയറിൽ ഒത്തിരി ഉന്നമനം ഉണ്ടാകുന്നുണ്ട്. ചുറ്റുപാടുള്ള ആളുകൾ അത് കാണുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരികൾ. അതുകൊണ്ട് തന്നെ ഒരു പ്രൊമോഷന് സാധ്യത. കുറച്ച് നാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ദൂരസ്ഥലത്തായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എങ്ങോട്ടേക്കെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകും എന്തെങ്കിലും കാരണവശാൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. പിന്നെ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന തരത്തിലുള്ളൊരു ജോലി, ഇപ്പോൾ പ്രത്യേകിച്ച് IT ഫീൽഡൊക്കെ ആണെങ്കിൽ, അപ്പോൾ അത് നിങ്ങൾ ശ്രമിച്ചിട്ട് ഇത് കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് നറുക്ക് വീണിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം വരികയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കി വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ 9 ഓഫ് ഫെദേഴ്സ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 9 ഓഫ് ഫെദേഴ്സ് എനർജി സിറ്റുവേഷൻസ് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പോർക്കിപ്പൈൻ എനർജിൻസ്, അതായത് സംരക്ഷണ വലയമാണ്. നിങ്ങൾക്ക് ചുറ്റും ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ്, അതായത് പോർക്കിപ്പൈൻ എനർജി അതേപോലെ തന്നെ കെമലിയോൺ എനർജിയാണ്. രണ്ടും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് ദൈവികമായിട്ടുള്ള ഒരു ഡിവൈൻ പവർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവികമായിട്ടുള്ള ഒരു സംരക്ഷണം എന്നത് തന്നെ. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ അത്രയും ബാഡല്ല.
കാരണം പലപ്പോഴും എന്താ പറ്റുകയെന്ന് വെച്ചാൽ വി തിങ്ക് ലൈക്ക് ഇറ്റ്സ് ടു ബാഡ്, പക്ഷെ അത്രയും ചീത്തയല്ല, അല്ലെങ്കിൽ അത്രയും നെഗറ്റീവ് അല്ല നിങ്ങളുടെ ചുറ്റും. നിങ്ങളൊന്ന് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ പറയില്ലേ, നേരെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു സൈഡ് ആംഗിളിൽ വെച്ച് നോക്കുമ്പോൾ ശരിയായിട്ടുള്ള വ്യൂ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പുറകോട്ടേക്ക് എടുത്ത് നോക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഫുൾ സ്പെക്ട്രം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഷേമൻ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമലിയോൺ എനർജി എന്ന് പറയുന്നത് അതായത് എന്തിലും അഡാപ്റ്റ് ചെയ്ത് പോകുന്ന എനർജിയാണ്. അപ്പോൾ നമ്മൾ എന്തിലും അഡാപ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സ്മൂത്തായിരിക്കും, ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അതേ ഒരു സമയത്ത്, പ്രത്യേകിച്ച് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷനിൽ, സൊസൈറ്റിയിൽ, പുറത്ത് ഇടങ്ങളിൽ. കാരണം ചില ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരതുപോലത്തെ കാര്യങ്ങളായിരിക്കും പറയുന്നത്, പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളാണ് ഓവർ റിയാക്ട് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ചിരിച്ചു തള്ളുക. കാരണം അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അവർ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലാക്സ്, നിങ്ങൾ സ്വയം വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതേപോലെ 9 of Feathers, ട്രാവലർ 6 of Acorns എനർജിയാണ്. സക്സസ് ആണ് ജീവിതത്തിൽ. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറ്റുന്നതിലൂടെ ഒരു സെൽഫ് എംപവർമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ കരിയർ ഗൈഡൻസ്, മുന്നോട്ടേക്ക് ഏത് കരിയർ ചൂസ് ചെയ്യണം, അതിനനുസരിച്ച് നെക്സ്റ്റ് ഏത് കോഴ്സ് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ളൊരു ചിന്തയാവും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തിനാണ് ഇന്നൊരു കോഴ്സ് എടുത്തിട്ട് പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കോഴ്സിലേക്ക് പോകാതിരിക്കുക, നിങ്ങൾക്കത് വേണം, കാരണം നിങ്ങളുടെ ഭാവിയാണത്, പിന്നീട് ചെയ്യാൻ പോകുന്ന ജോലി അതുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ്. അപ്പോൾ അത് ഉറപ്പ് വരുത്തി മുന്നോട്ടേക്ക് പോകുന്നത്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പെർമനൻറ്റ് പൊസിഷനിലേക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ടെമ്പററി അല്ലെങ്കിൽ ഒരു പ്രൊബേഷനിലാണെങ്കിൽ പെർമനൻറ്റ് പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് എന്തോ സംരംഭം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ഒരു മാസം പതുക്കെ അത് കയറി മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സാധ്യതകൾ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ജോലി സംബന്ധമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്ക് പാരൻസ് ഇപ്പോൾ തീരെ ചെറിയ കുട്ടികൾ ഡേ കെയറിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ചുറ്റുപാടും നിന്ന് പ്രഷർ വരാൻ ചാൻസ് കൂടുതലാണ്. അതായത് ജോലി രാജിവെക്കുക, അത് ഇത്ര ചെറിയ കുട്ടിയെ ഡേ കെയറിൽ വിടരുത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ജോലി വിടാൻ താല്പര്യമില്ല, പിന്നെ പ്രഷർ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ ഒരു നല്ല അമ്മയായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ അറിയാലോ സൊസൈറ്റിയുടേതായിട്ടുള്ളത്, അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വന്ന് ഇതിൻ്റെ പേരിൽ ജോലി രാജിവെക്കാൻ നിൽക്കാതിരിക്കുക. കാരണം കുട്ടി കുറച്ച് വളർന്നു കഴിയുമ്പോൾ കുട്ടിക്ക് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താനോ, അത് പിന്നീട് നിങ്ങൾക്ക് പ്രശ്നം. ആ കുട്ടിയെ തന്നെ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ജോലി രാജിവെക്കാതിരിക്കുക പ്രഷറിൻ്റെ പുറത്ത്. പക്ഷേ അതല്ല നിങ്ങൾക്ക് ഒരു തീരുമാനമാണ്, അതായത് ഞാൻ ഫുൾ ടൈം കൂടെ നിൽക്കണം എന്നുള്ളൊരു തീരുമാനമാണെങ്കിൽ രാജിവെക്കുക. അല്ലാത്ത പക്ഷം പ്രഷറിൻ്റെ പുറത്ത് രാജിവെച്ച് പിന്നീട് അത് ടെൻഷൻ ഫ്യൂച്ചറിലേക്ക് വരാതിരിക്കുക. ഓക്കെ, ട്രാവലർ എനർജി ആൻഡ് ഏസ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് നല്ല സമയമാണ് ഈ ഒരു മാസം. യാത്രകൾ ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയാം. യാത്രകൾ ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വളരെ ഡിറ്റർമിനേഷനാണ്. കാരണം ജീവിതത്തിൽ ഇപ്പോൾ ട്രെക്കിങ്ങിന് പോവുക, മൗണ്ടനറിങ്, അതേപോലുള്ള യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സാഹസികമായിട്ടുള്ള യാത്ര. ലൈഫിൽ ഇതുവരെ യാത്ര പോലും ചെയ്യാത്ത ആളുകളായിരിക്കും ഒറ്റയ്ക്ക്. ഇതിപ്പോൾ ഒരു കുറച്ച് സാഹസിക യാത്രകളിലേക്ക് പോകുന്നു. നിങ്ങളുടെ ചില സൗഹൃദങ്ങളായിരിക്കാം സാഹസിക. ഒറ്റയ്ക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഫാമിലി ആയിട്ടല്ല, പക്ഷെ സുഹൃത്തുക്കളുമായിട്ട് തീരെ ഒറ്റയ്ക്ക് എന്നുള്ളവരില്ല, അങ്ങനെയുള്ള സൗഹൃദങ്ങൾ, അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം
അങ്ങനെ ഒരു ലൈഫ് പേർപ്പസ്, അതായത് ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.